അടുത്തതായി ഞങ്ങൾ കാണാൻ പോയത് സബീൻ പാലസ് ആണ്. ദുബായ് റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മാക്തൂം കുടുംബവും താമസിക്കുന്ന വസതിയാണ്. റോഡിന് ഇരുവശവും അംബരചുംബികളായ ബൃഹത്തായ ഹോട്ടലുകളും വസതികളും കാണാനിടയായി. ശ്രീദേവിയും ചിത്രയുടെ കുഞ്ഞും മരണപ്പെട്ട ഹോട്ടലുകളും യാത്രക്കിടയിൽ കണ്ടു. ഞങ്ങൾ കൊട്ടാരത്തിൽ എത്തും മുമ്പ് സൂര്യാസ്തമയം തുടങ്ങിയിരുന്നു. മിന്നുന്ന കെട്ടിടങ്ങൾ പൊന്നിന്റെ രശ്മികൾ തട്ടി പ്രതിഫലിച്ചു. കൊട്ടാരത്തിലെ പനമരങ്ങളുടെ സൂര്യൻ ഞങ്ങളെ സ്വീകരിച്ചു. സൂര്യാസ്തമയം വളരെ വിസ്മയകരമായ കാഴ്ചയായിരുന്നു. നിരത്തുകൾക്കിരുവശവും പച്ച പുൽപ്പരപ്പ്, അതിനരികിൽ കടും ചുവപ്പ് നിറത്തിലെ പുഷ്പങ്ങൾ. 37 ഏക്കറുള്ള സബീൽ പാലസിന്റെ വിശാലമായ പൂന്തോട്ടത്തിൽ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ, സ്വീകരണങ്ങൾ, രാജകീയ സമ്മേളനങ്ങൾ, വിദേശത്തിലെ പ്രശസ്ത വ്യക്തിത്വങ്ങളുമായുള്ള സംഭാഷണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇവിടെയാണ് വേദിയൊരുക്കുന്നത്. ഒരു കാലത്ത് മരുഭൂമിയായി കിടന്നിരുന്ന ഈ പ്രദേശത്ത് ഈ കൊട്ടാരം നിർമ്മിച്ചത് 1960-ലാണ്. ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പിതാവായ ഹിസ് ഹൈനസ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മാക്തൂമാണ് ഇത് നിർമ്മിച്ചത്. കൊട്ടാരത്തിന് ചുറ്റും ആധുനികമായ സുരക്ഷാ വലയമുണ്ട്. സൂര്യൻ അസ്തമിച്ചതോടെ എങ്ങും ഇരുട്ട് പരന്നു. വൈദ്യുത വിളക്കുകൾ മിന്നിത്തുടങ്ങി. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എത്ര ഭംഗിയുള്ളതാണെന്ന് നോക്കിക്കേ. ഇത് ഓരോ വിളക്കുകാലിലും ഓരോ കിളികൾ വന്ന് പറന്നിരിക്കുന്നത് കണ്ടു. ദുബായിയുടെ ഏകദേശം മധ്യഭാഗത്താണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. ഇവിടം വളരെ ശാന്തവും മനസമാധാനം നിറഞ്ഞതുമാണ്. ഇവിടെ നിന്നും പാം ഐലൻഡിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ദൂരം, മലീനയിലേക്കും അത്രയും തന്നെ ദൂരം, ബുർജ് ഖലീഫയിലേക്ക് 9 മിനിറ്റ്, ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 10 മിനിറ്റ്, ദുബായ് ഫ്രെയിമിലേക്ക് 12 മിനിറ്റ്, സബീൽ പാർക്കിലേക്ക് 12 മിനിറ്റ്, ജമേറ എമിറേറ്റ്സ് ഹോട്ടലിലേക്ക് 25 മിനിറ്റ്. സൂര്യൻ അസ്തമിച്ചിട്ടും പ്രകൃതിയുടെ ഭംഗിക്ക് ഒരു കുറവുമില്ല. അവിടെ ധാരാളം മയിലുകൾ ഉണ്ടെന്ന് കേട്ടു. പക്ഷെ ഞങ്ങൾക്കൊന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ ഒരു മെഴ്സിഡസ് കാർ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു.